ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് നല്ലൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാവേ. അതിനാവശ്യമുള്ള സാധനങ്ങൾ: 1/2 കിലോ ചെമ്മീൻ തൊലി കളഞ്ഞ് അതിൻ്റെ നാരുമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. ഒരു 1/4 കിലോ ചുവന്നുള്ളി അരിഞ്ഞത്. ഇത് ചുവന്നുള്ളിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സാധനം. സവോള ഇട്ടാൽ അത്രയും ടേസ്റ്റ് വരത്തില്ല, ചുവന്നുള്ളി തന്നെ വേണം കേട്ടോ. പിന്നെ പൊടികൾ: 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയും സാധനം മതി കേട്ടോ. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ചട്ടി വെച്ചിട്ട് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. ഇതിനകത്ത് സൺഫ്ലവർ ഓയിലൊന്നും പറ്റില്ല, വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. അത് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചുവന്നുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണേ. ഈ ചുവന്നുള്ളി ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. ഉപ്പൊക്കെ കുറേശ്ശേ ഇടണം, ആവശ്യമെങ്കിൽ നമുക്ക് പിന്നെ ഇടാമല്ലോ. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ എടുത്ത് വെച്ചിരുന്ന പൊടികളെല്ലാം കൂടെ ഇട്ട് കൊടുക്കണേ. ഇത് നന്നായിട്ട് വഴറ്റണം. ഈ പൊടിയുടെ പച്ചമണം മുഴുവൻ പോകണം. ഒരു 2-3 മിനിറ്റ് നമ്മളിങ്ങനെ ഒരു സിമ്മിലിട്ട് അങ്ങോട്ട് വഴറ്റിയാൽ മതി. 2-3 മിനിറ്റ് വഴറ്റണേ. എന്നിട്ട് ആ പൊടിയുടെ പച്ചമണം മുഴുവൻ പോകും. പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു. ഞാനൊരു 3 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം വഴന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചെമ്മീൻ കഴുകി വെച്ചേക്കുന്നതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കണേ. ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. 1/4 കപ്പ് മതി. ഒരു 3-4 ടേബിൾ സ്പൂൺ അത്രയും മതി. ഒരുപാട് വെള്ളം വേണ്ട. ഈ കൊഞ്ചിൽ നിന്ന് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങി വരും. പിന്നെ ഇത് നമ്മൾ ഒഴിച്ച് കറിയല്ലല്ലോ. ഇതുപോലെ വെച്ച് അടച്ച് വെച്ചിട്ടങ്ങ് വേവിച്ചാൽ മതി. ഉപ്പൊന്ന് നോക്കിക്കോണേ. നമ്മുടെ ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ട് നോക്കിക്കോണം. ഞാനൊരു 7 മിനിറ്റോളം ഇത് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനിത് 2-3 പ്രാവശ്യം തുറന്ന് ഇളക്കി അടച്ച്. ഇതിപ്പം ഞാൻ സിമ്മിലിട്ടേക്കും. ആദ്യം നമ്മൾ ആ ഒരു വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരു 2 മിനിറ്റ് നല്ല ഫ്ലെയിമിലിട്ട് ഉണ്ടാക്കാവേ. അതിന് ശേഷം ആ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ഇതിൻ്റെ കൂടെ ചേരണം. കണ്ടോ, ഇപ്പോൾ വെള്ളമെല്ലാം പറ്റി നല്ല ഭംഗിയായിട്ട് ഈ ഒരു ഇതിൽ വരിക്കണം. ഇതൊരു ചെമ്മീൻ റോസ്റ്റ് അല്ലേ, അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ എടുക്കാൻ. ഇതിപ്പം നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറേ കൂടെ നേരം നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാനിലും എല്ലാം ഇട്ടൊന്ന് ഇളക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് നന്നായിട്ട് കിട്ടും. ഇതിപ്പോൾ സ്വല്പം ഒരു കുഴഞ്ഞ പരുവത്തിലുള്ള ചെമ്മീൻ റോസ്റ്റാണ് ഞാനിങ്ങനെ എടുക്കുന്നത് കേട്ടോ. ഇത് നല്ല കുത്തരി ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ നല്ലൊരു പുളിശ്ശേരി, പിന്നെ ഒരു ക്യാരറ്റ് തോരൻ. പുളിശ്ശേരി എന്ന് പറയുമ്പോൾ നമ്മുടെ വെള്ളരിക്കയോ കുമ്പളങ്ങയൊക്കെ ഇട്ട് വെക്കുന്ന പുളിശ്ശേരി ഉണ്ടല്ലോ, അതും ചെമ്മീൻ റോസ്റ്റും ക്യാരറ്റ് തോരനും. അതാകുമ്പോൾ ഇതൊരു എരിവുള്ള കറിയാണ്. പുളിശ്ശേരിക്ക് ഒരു പുളി, ക്യാരറ്റ് തോരനൊരു ചെറിയ മധുരം. നല്ല അടിപൊളി ഊണായിരിക്കും കേട്ടോ. നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇവിടെ അടിപൊളി ടേസ്റ്റുള്ള ചെമ്മീൻ റോസ്റ്റ് തയ്യാറായി. ഇത് നല്ല കുത്തിരി ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. കൂട്ടത്തിൽ കുറച്ച് പുളിശ്ശേരി, ക്യാരറ്റ് തോരൻ, ഇത് 3ഉം കൂടെ ഉണ്ട്. അടിപൊളി കോമ്പിനേഷനാണ്. കാരണം ഇതിന് കുറച്ച് എരിവാണ്. ചെമ്മീൻ റോസ്റ്റിന് കുറച്ച് എരിവുള്ള കറിയാണ്. പിന്നെ നമുക്ക് പുളിക്കായിട്ട് പുളിശ്ശേരി, സ്വല്പം മധുരം തോന്നും ക്യാരറ്റ് തോരനാകുമ്പോൾ. അപ്പം ഇത് 3ഉം കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ട്രൈ ചെയ്യണം എല്ലാവരും. താങ്ക് യു.